ഭൂമിയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആവശ്യവും അനാവശ്യവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം എന്താണ് വിഷയത്തിൽ? അല്ല, അതിനെപ്പറ്റി ഞാനൊന്നും കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ആരാണ് ആരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദം ആശങ്കകൾ ക്രൈസ്തവ സഭയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതിൽ അങ്ങയുടെ ഒരു നിലപാടെന്തായിരുന്നു? അല്ല, വലിയ വിവാദം ഉണ്ടാക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരും ലെഫ്റ്റുകാരല്ലേ. ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളും അവിടുത്തെ സർക്കാരും അവരുടെ ഏജൻസിയോട് അത് റേസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന് അവിടെ ജസ്റ്റിസ് ചെയ്യേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്യും. മറ്റ് ഈ വിവാദമാക്കുന്നത് ഈ പ്രീണ രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും ജനങ്ങൾ ജയിപ്പിച്ച ജനങ്ങളെ വഞ്ചിച്ച MPs അല്ല ഇതെല്ലാം വിവാദമാക്കുന്നത്. അത് എന്തുകൊണ്ട് ഈ വഖഫ് ബില്ലിൻ്റെ അവരുടെ ഒരു കോണ്ടക്റ്റിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞങ്ങളുടെ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർഗനൈസർ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം അവർ പബ്ലിഷ് ചെയ്തു. അത് അവർ ഒരു എററാണെന്ന് കണ്ടപ്പോൾ അവർ ഡിലീറ്റ് ചെയ്തു. അതിനെ എടുത്തിട്ട് മുമ്പോട്ട് വയ്ക്കാനും അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മളെ കോൺഗ്രസും ലെഫ്റ്റുകാർ, നമ്മുടെ ഫ്രണ്ട്സ് അതിന് ഒരു ശ്രമം നടത്തി. ഇന്നലെ ഇന്ത്യയിൽ ലാൻഡ് ഓണിങ് ഒരു ക്രൈമൊന്നുമല്ല. അത് റെയിൽവേസിന് ലാൻഡ് ഉണ്ട്, ആർമിക്ക് ലാൻഡ് ഉണ്ട്, ക്രൈസ്തവയ്ക്ക് ലാൻഡ് ഉണ്ട്, എത്രയോ അങ്ങനെ ഓർഗനൈസേഷൻ, ലാൻഡുള്ള ഓർഗനൈസേഷൻ, അതിൽ ഒരു തെറ്റുമില്ല. ഈ ലാൻഡ് ഗ്രാബിംഗ് ആണ് തെറ്റ്. ലാൻഡ് ഗ്രാബിംഗ് ഇത് കോൺഗ്രസിൻ്റെ ഖർഗെ സാറിൻ്റെ ഫാമിലി ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോഴോ വഖഫ് ഇങ്ങനെ ലാൻഡ് ഗ്രാബ് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അതാണ് ഡിഫറൻസ്. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മാതിരി സത്യം മനസ്സിലാക്കണം. ഈ നുണകളല്ല ഞങ്ങൾ ഒരു മിനിറ്റും പറയാൻ സമ്മതിക്കില്ല. അതിനെ എക്സ്പോസ് ചെയ്യും. അതാണ് ഞങ്ങളുടെ കടമ. അത് ഞങ്ങൾ ചെയ്യും. അതിനെപ്പറ്റി ഞാനൊന്നും കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അത് എല്ലാവർക്കും ഇന്ത്യയിൽ പാർട്ടി ഉണ്ടാക്കാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട്. എല്ലാവർക്കും റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവിധ റൈറ്റ്സ് ഉണ്ട്. റിലീജിയസ് ഓർഗനൈസേഷൻ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് റിലിജ്യൻ ബേസ്ഡ് പാർട്ടി ആവാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് ആർക്കും പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി ഉണ്ടാക്കാം. അത് മീഡിയക്കാർക്ക് പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്തോ അല്ല, അത് ഒരു ഭയങ്കര ഡീപ്പ് ക്വസ്റ്റ്യനാണ്. എനിക്ക് മനസ്സിലായി. അത് അവരോട് ചോദിച്ചാൽ കൊള്ളാം. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അല്ല, ആ കോൺട്രവേഴ്സിയിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ടത് ഒരു ആവശ്യമില്ല. ഞങ്ങൾ നോക്കോ, ഞങ്ങൾ ഒരു 45 കൊല്ലമായിട്ട് ഞങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൂടെ അവർ ശരി ചെയ്യാത്ത സാധനങ്ങൾ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും. ഇന്ത്യക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഞങ്ങളുടെ എന്താണ്, എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഒരു പണി ചെയ്യാനും എല്ലാവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ കൂടെ അധ്വാനിക്കാനും പണിയെടുക്കാൻ തയ്യാറാണ്. അത് ഈ പാർട്ടിയാണോ മറ്റേ പാർട്ടിയാണോ ബി പാർട്ടിയാണോ സി പാർട്ടിയോ, അതുകൊണ്ടല്ലേ BDJസിൻ്റെ കൂടെ ഞങ്ങളൊരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നു.